ലെബി നമുക്കൊപ്പം ചേരുന്നു. ലെബി സജീന്ദ്രൻ, വെരി ഗുഡ് ഈവനിങ്. ഇന്നിപ്പോൾ 2 പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിലൊന്ന് വി.ഡി. സതീശൻ നേരത്തെ പ്രതികരിച്ചത് ഇതൊരു വഖഫ് ഭൂമിയല്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്നാണ്. ആ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയല്ലേ ഇ.ടി. മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗും? ഡോക്ടർ അരുൺ, UDF-നെ സംബന്ധിച്ചിടത്തോളം അതിസങ്കീർണമായ സെൻസിറ്റീവായ ഒരു വിഷയമാണ് മുനമ്പം ഭൂസമരം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും ലീഗും തുടക്കം മുതൽ വളരെ സൂക്ഷിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വോട്ട് ബാങ്കുകളായ ലത്തീൻ സമുദായവും അതുപോലെ തന്നെ മുസ്ലിം സമുദായവും രണ്ടിനും ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിൽ BJP നേട്ടമുണ്ടാക്കുമോ എന്നൊരു ആശങ്ക കോൺഗ്രസുകാർക്കുള്ളിൽ തുടക്കത്തിലേ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചു നിന്നെങ്കിലും ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ തീരുമാനിച്ചതും സജീവമായി നിലപാടെടുത്തതും അതുകൊണ്ടാകണം. മാത്രമല്ല, മുനമ്പം എന്നത് എറണാകുളം ജില്ലയ്ക്കുള്ളിലെ സ്ഥലമാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജില്ലയാണ്. ഈ ജില്ലയിൽ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഒരു സേഫ് സോണിൽ നിൽക്കാൻ പാടില്ല, കൃത്യമായ നിലപാടെടുക്കണം എന്നുള്ളൊരു അഭിപ്രായം സ്വാഭാവികമായും എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തിൽ ഒരു മാനുഷിക പ്രശ്നമുണ്ട്. 609 കുടുംബങ്ങളാണ് നിരാഹാരവുമായി ഒക്ടോബർ 13 മുതൽ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൃത്യമായ ഒരു നിലപാട് ഈ ഒരു അഭിപ്രായമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു നിലപാട് വ്യക്തമാക്കാനുള്ള കാരണം അത് തന്നെയായിരിക്കണം പ്രതിപക്ഷ നേതാവിന്റെ. എന്നാൽ ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ, ലീഗും വളരെ സൂക്ഷിച്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി വന്ന വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പിനെ നേരിട്ട് കണ്ടാണ് ഈ വിഷയത്തിൽ ഒരു സജീവമായ ചുവടുവയ്പ് വെച്ചത്. അപ്പോൾ ലീഗും കൃത്യമായ നിലപാട് കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എടുത്തതാണ്. ഈ സമയത്ത് ഇത്തരത്തിൽ KM ഷാജി ആണെങ്കിലും അതുപോലെ തന്നെ മുഹമ്മദ് ബഷീർ ആണെങ്കിലും പറഞ്ഞതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ അരുൺ. അതായത് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകളെ ലീഗിൽ നിന്ന് അകറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരിക്കും. ലീഗിന്റെ പ്രസ്താവനയിലുള്ളത്, ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനയുള്ളത്. ലീഗിനുള്ളിൽ തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീറും KM ഷാജിയും ഒരു നിലപാട് സ്വീകരിക്കുന്നു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അതാകട്ടെ കോൺഗ്രസ് പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമാണ്. ഇതാണ് ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന നിലപാട് ചിത്രം.